വളരെയധികം മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള വാഗമൺ ഹൈറ്റ്സിൽ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ലപോലെ കാട്ടിനകത്തേക്ക് കയറി സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് വാഗമൺ ഹൈറ്റ്സ്. ഇവിടെ നമുക്ക് റൂം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കുറേ നേച്ചർ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ റൂമിൽ നിന്നും ഇതുപോലെ ജീപ്പിൽ കൊണ്ടുപോകും. അതൊരു വളരെ ഭംഗിയുള്ളൊരു ഏരിയ ഉള്ളവർ ഈ ആക്ടിവിറ്റീസിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വിങ് ഉണ്ട്, അമ്പെയ്ത്തുണ്ട്, കയാക്കിംഗ് ഉണ്ട്, ലുലുമാളില്ല, പക്ഷെ ബാക്കി പറഞ്ഞ ഐറ്റംസ് അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന വളരെയധികം ആക്ടിവിറ്റീസ് നമുക്കവിടെ ചെയ്യാം. പെഡൽ ബോട്ടുണ്ട്. പെഡൽ ബോട്ടിനകത്ത് വെള്ളം കയറുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഒരു 15-20 മിനിറ്റൊക്കെ സേഫാണ് പെഡൽ ബോട്ടിൽ പോകാനൊക്കെ. പിന്നെ കുറേ കിളികളെയൊക്കെ സ്പോട്ട് ചെയ്യാം, പൊന്മാനെയൊക്കെ കാണാൻ പറ്റും. പിള്ളേർക്കൊന്നും വലിയ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ഭയങ്കര അലമ്പായിരുന്നു ഇളയാള്. എന്തായാലും ഞങ്ങൾ ഇന്ന് പെഡൽ ബോട്ടിലൊക്കെ ഇങ്ങനെ ചുറ്റി പോയിക്കൊണ്ടിരുന്നു. രസമുള്ള ഫീലാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ. പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ അകത്തുനിന്നുള്ള ശല്യങ്ങളുമായിട്ട് പോകണം. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. പിന്നെ ചവിട്ടി കുറച്ച് ബുദ്ധിമുട്ടും, അപ്പത്തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് മേളിൽ ചെന്ന് കഴിയുമ്പോഴാണ് പിള്ളേർ അലമ്പെല്ലാം തുടങ്ങാൻ പോകുന്നത്. കയാക്കിങ് ഞാനും അലീദിയും കയറിയില്ല, ബാക്കിയുള്ളവരൊക്കെ കയറി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കയാക്കിങ്ങിന് അവർ പോയത്. പിന്നെ ഇതോടെ ടാപ്പ് പൊട്ടിത്തെറിച്ചെന്നുള്ള വെള്ളമാണ്, മഴയൊന്നും പെയ്തതല്ല. കയാക്കിങ്ങിന് പോകുമ്പോൾ മുങ്ങിയാലും പേടിക്കണ്ട, ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് മാത്രം പൊങ്ങിക്കിടക്കും, ആളെ കിട്ടുമെന്ന് ഡൗട്ടാണ്. ജാക്കറ്റിൻ്റെ ക്ലിപ്പൊക്കെ വലിച്ചിട്ട് ശോകമാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കുന്ന ഊഞ്ഞാൽ, സീസോ, സ്ലൈഡ്, സ്ലിങ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇടയ്ക്ക് പിള്ളേർ അലമ്പ് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഒന്ന് വെള്ളത്തിലോട്ട് കൊണ്ടിട്ട് പേടിപ്പിച്ചാണെന്ന്. പക്ഷെ ഒന്നും ചെയ്തൊന്നുമില്ല. അന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര ഡീസൻ്റായിരുന്നു. ഇതും പിള്ളേർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇതിന് പുള്ളിയൊക്കെ ഇട്ടിട്ട് പിടിപ്പിച്ചുള്ള പരിപാടിയുണ്ട്, പക്ഷെ അത് അന്ന് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ട്രാംപോളിനിൽ കയറ്റാൻ നമുക്കും കയറി ചാടാവുന്നതാണ്, പക്ഷെ കയറിയില്ല. പിള്ളേരിങ്ങനെ അലമ്പൊക്കെ ഉണ്ടാക്കി അവിടെ നടന്നോളൂ.
ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിനും അവരൊരു എക്സ്ട്രാ ഒരു 200 ഒക്കെ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വെർത്താണ്, നല്ല ആക്ടിവിറ്റീസാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഉറപ്പായിട്ടും ഇതൊരു മസ്റ്റ് വിസിറ്റ് മാത്രമല്ല, ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താലും ഒരു നല്ല രസം തോന്നും. ആക്ടിവിറ്റീസൊക്കെ സേഫ് ആക്കാൻ അവർ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെവി കടിക്കുവാണോ? അടിപൊളി സ്ഥലം.